എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC ഒക്ടോബർ 16, 2025 നടത്തിയ 10ാം ക്ലാസ് ലെവൽ എക്സാമിൻ്റെ മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ചുവടെ ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? പ്രസ്താവന 1, ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. പ്രസ്താവന 2, കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. പ്രസ്താവന 3, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? പ്രസ്താവന 1, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായി സമരരംഗത്തിറങ്ങാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. പ്രസ്താവന 2, ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനമെടുത്തത്. പ്രസ്താവന 3, ഗാന്ധിജി ഈ സമരത്തെ പിൻതീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചു. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2 എന്നിവ മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ. മൂന്നാമത്തെ ചോദ്യം, മാവോ സേതുങ്ങുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? പ്രസ്താവന 1, 1911 ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ നേതാവായിരുന്നു. പ്രസ്താവന 2, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. പ്രസ്താവന 3, ലോങ് മാർച്ചിൻ്റെ നേതാവായിരുന്നു. പ്രസ്താവന 4, 1949 ഒക്ടോബർ 1 ജനകീയ ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ചെയർമാനായി സ്ഥാനമേറ്റു. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്. 2, 3, 4 എന്നിവ മാത്രമാണ് ശരിയായ ഉത്തരം. നാലാമത്തെ ചോദ്യം, പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? പ്രസ്താവന 1, കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജയ്ക്ക് നൽകിയത് കലാപകാരണമായി. പ്രസ്താവന 2, ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു. പ്രസ്താവന 3, വയനാട്ടിലെ കോൽക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി. പ്രസ്താവന 4, തിരുവിതാംകൂറിലെ രാജാവായിരുന്നു പഴശ്ശിരാജ. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ മാത്രം. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനകാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം എന്ന കൃതി എഴുതിയതാര്? അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, ഉർവശി ഭൂട്ടാലിയ. ആറാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാൻശു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, ആക്സിയം 4. ഏഴാമത്തെ ചോദ്യം, ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹം. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, ഹംബൾട്ട് പ്രവാഹം. എട്ടാമത്തെ ചോദ്യം, ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിന് ലക്ഷ്യം വയ്ക്കുന്നത്? എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, സ്പാഡെക്സ്. പത്താമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന് കണ്ടെത്തുക. പ്രസ്താവന 1, സഹാറ മരുഭൂമിയിലെ ഹർമാറ്റാൻ കടുത്ത ചൂട് കുറയ്ക്കുന്നതിന് സഹായകമാകുന്നു. പ്രസ്താവന 2, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. പ്രസ്താവന 3, വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതചരിവിൽ ഫൊൻ ശീതക്കാറ്റ് വീശുന്നു. പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി, 1, 2 ശരിയായ ഉത്തരം. 11ാമത്തെ ചോദ്യം, ചിൽക്ക തടാകം ഏത് നദീ ഡെൽറ്റകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, മഹാനദി ഗോദാവരി ഡെൽറ്റ. 12ാമത്തെ ചോദ്യം, സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ.
13-ാമത്തെ ചോദ്യം നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. പ്രസ്താവന 1 നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. പ്രസ്താവന 2 സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രസ്താവന 3 ദാരിദ്ര്യ നിർമ്മാർജ്ജനം പരിപാടിയുടെ ഭാഗമാണ്. 13-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയുടെ സൂചനകളാണ് ഈ മൂന്നെണ്ണവും. 14-ാമത്തെ ചോദ്യം ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 14-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 10-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്. 15-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യം അല്ലാത്തത്. പ്രസ്താവന 1 വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. പ്രസ്താവന 2 മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ കാർഷിക മേഖലയിലെ പുരോഗതിയിലേക്കെത്തിക്കുക. പ്രസ്താവന 3 പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. പ്രസ്താവന 4 ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തരാക്കുക. 15-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. 16-ാമത്തെ ചോദ്യം 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി സുസ്ഥിര വികസനമാണ് 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. 17-ാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള കോളാർ സ്വർണ്ണ ഖനികൾ സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനം. 17-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി കർണാടകയിലാണ് കോളാർ സ്വർണ്ണ ഖനി. 18-ാമത്തെ ചോദ്യം ആഗോളവൽക്കരണം ഒരു നയമല്ല ഒരു പ്രതിഭാസമാണ് എന്ന അഭിപ്രായം ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ എ അമർത്യ സെൻ. 19-ാമത്തെ ചോദ്യം ലൈസസ് ഫെയർ എന്ന തിയറിയുടെ ഉപജ്ഞാതാവ്. 19-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആഡം സ്മിത്തിൻ്റെ തിയറിയാണ് ലൈസോസ്ഫിയർ. 20-ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? പ്രസ്താവന 1 ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് എം.എൻ. റോയ് 1934-ലാണ്. പ്രസ്താവന 2 ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. പ്രസ്താവന 3 ഭരണഘടന എഴുതി തയ്യാറാക്കി അംഗീകാരം ലഭിച്ചത് 1946 നവംബർ 26-നാണ്. പ്രസ്താവന 4 സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. 20-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 1, 2, 3 എന്നീ പ്രസ്താവനകൾ ശരിയാണ്. 21-ാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗം ഏത്? 21-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആമുഖം. 22-ാമത്തെ ചോദ്യം ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? പ്രസ്താവന 1 ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടൻ ഭരണഘടനയിൽ നിന്നുമാണ്. പ്രസ്താവന 2 ഭരണഘടനയുടെ ഭാഗം 4-ൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പ്രസ്താവന 3 ഇന്ത്യൻ പൗരത്വം ആർജിക്കാനുള്ള ഒരു മാർഗമാണ് ചിരകാലവാസം. പ്രസ്താവന 4 ഭരണഘടനയുടെ വകുപ്പ് 4 മുതൽ 12 വരെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇതിൽ തെറ്റായ പ്രസ്താവന ഒന്നുമില്ല. ഈ ചോദ്യം തെറ്റായ ഒരു ചോദ്യമായിരുന്നു. 23-ാമത്തെ ചോദ്യം ത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1 ബി ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക. 2 സി മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. 3 കോവാറിൻറ്റോ എന്തധികാരം. 4 പ്രൊഹിബിഷൻ റദ്ദാക്കുക. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. 24-ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 44 ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏതു തത്വങ്ങളിലാണ്? 24-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി നിർദ്ദേശക തത്വങ്ങളിലാണ് വകുപ്പ് 44 ഉൾപ്പെട്ടിരിക്കുന്നത്. 25-ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്. 1 ബി ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ. 2 ഡി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. 3 എ അറ്റോർണി ജനറൽ വെങ്കിട്ടരമണി. 4 ലോക്സഭാ സ്പീക്കർ ഓം ബിർള. 26-ാമത്തെ ചോദ്യം
BNSSന്റെ പൂർണ്ണരൂപം എന്ത്? 26-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നാണ് BNSSന്റെ പൂർണ്ണരൂപം. 27-ാമത്തെ ചോദ്യം സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭ പദ്ധതി ഏത് വിഭാഗത്തിൻ്റെ ക്ഷേമത്തിനായുള്ളതാണ്? 27-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടി. 28-ാമത്തെ ചോദ്യം കേരള സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാഡറായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ചത് എന്ന് മുതൽ? 28-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 2018 മുതലാണ് KAS ആരംഭിച്ചത്. 29-ാമത്തെ ചോദ്യം 2024 കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഏത്? 29-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി കേരളം. 30-ാമത്തെ ചോദ്യം കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ഡാഷ് വർഷം രൂപീകരിക്കുകയും അതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഡാഷ് സ്ഥലത്തുമാണ്? 30-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 2007 രൂപീകരിക്കുകയും അതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തുമാണ്. 31-ാമത്തെ ചോദ്യം ഗാർഹിക പീഡന നിയമ ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര്? 31-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി APJ അബ്ദുൽ കലാം. 32-ാമത്തെ ചോദ്യം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ഡാഷ് സ്ഥാപനമാണ്? 32-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി നിയമാനുസൃത സ്ഥാപനം ഓർ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 33-ാമത്തെ ചോദ്യം അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി ഏത്? 33-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് മില്ലറ്റ് വില്ലേജ് പദ്ധതി. 34-ാമത്തെ ചോദ്യം മനുഷ്യരിൽ രക്തം കട്ടപിടിക്കാനാവശ്യമായ വിറ്റാമിൻ ഏത്? 34-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ വിറ്റാമിൻ കെ. 35-ാമത്തെ ചോദ്യം ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. 36-ാമത്തെ ചോദ്യം ജൈവ വൈവിധ്യമെന്ന നാമം ജനകീയമാക്കിയ സാമൂഹ്യ ജീവശാസ്ത്രജ്ഞനാണ്? ഉത്തരം ഓപ്ഷൻ ബി എഡ്വേർഡ് വിൽസൺ. 37-ാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏത്? 37-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഫീമർ ആണ്. 38-ാമത്തെ ചോദ്യം മലേറിയ ഉണ്ടാക്കുന്ന രോഗാണുവേത്? ഉത്തരം ഓപ്ഷൻ സി പ്ലാസ്മോഡിയമാണ് മലേറിയ എന്ന രോഗമുണ്ടാക്കുന്നത്. 39-ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ പോളിജനിക് പാരമ്പര്യത്തിനുദാഹരണമേത്? 39-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി മനുഷ്യ ത്വക്കിൻ്റെ നിറം. 40-ാമത്തെ ചോദ്യം ഏത് മന്ത്രിസഭയുടെ കീഴിലാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ പ്രവർത്തിക്കുന്നത്? 40-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ഇലക്ട്രോണിക്സിൻ്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും മന്ത്രിസഭ. 41-ാമത്തെ ചോദ്യം 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യമേത്? 41-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ. 42-ാമത്തെ ചോദ്യം ആകാശം നീല നിറത്തിൽ കാണുവാൻ കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏതാണ്? 42-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി വിസരണം. 43-ാമത്തെ ചോദ്യം 25 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു ഭൂഗുരുത്വാകർഷണത്താൽ നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ അതിൻ്റെ ഭാരം എത്രയായിരിക്കും? 43-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 0 ആയിരിക്കും. 44-ാമത്തെ ചോദ്യം കർണാടകയിലെ ബീജാപൂരിൽ ഗോൾ ഗുംബസ് എന്ന മർമ്മര ഗോപുരത്തിനുള്ളിൽ ഒരു ചെറിയ ശബ്ദം ഉണ്ടാകുകയാണെങ്കിൽ പോലും ആ ശബ്ദം ഗാലറിക്കുള്ളിൽ ആവർത്തിച്ച് കേൾക്കാം. ഇതിന് കാരണമായ ശബ്ദത്തിൻ്റെ ഏത് പ്രതിഭാസമാണ്? 44-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ അനുരണനം. 45-ാമത്തെ ചോദ്യം സ്പേസിൽ പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? 45-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി രാകേഷ് ശർമ്മ. 46-ാമത്തെ ചോദ്യം റഷ്യയിലെ വ്യോമതാവളത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് നൽകിയ പേര് എന്താണ്? 46-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. 47-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ജലത്തിൽ pH മൂല്യം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ലവണമേത്?
47-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി സോഡിയം കാർബണേറ്റ്. 48-ാമത്തെ ചോദ്യം ചൂടാകുമ്പോൾ നൈട്രജൻ വാതകം പുറത്തുവിടുന്ന സംയുക്തമേത്? 48-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി അമോണിയം നൈട്രേറ്റ്. 49-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ രൂപാന്തരം കാണിക്കാത്ത മൂലകമേത്? 49-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ബിസ്മിത്ത്. 50-ാമത്തെ ചോദ്യം 2025 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം? ഉത്തരം ഓപ്ഷൻ സി ആഞ്ചിഘട്ട്. 51-ാമത്തെ ചോദ്യം 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിൻ്റെ പ്ലെയർ ഓഫ് ദി മാച്ച് ആര്? 51-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി എയ്ഡൻ മർക്രാം. 52-ാമത്തെ ചോദ്യം ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. പ്രസ്താവന 2 വാഗ്ഭടാനന്ദൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രസ്താവന 3 ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. 52-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായത്. 53-ാമത്തെ ചോദ്യം എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? പ്രസ്താവന 1 കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. പ്രസ്താവന 2 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. പ്രസ്താവന 3 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ്. 53-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന. 54-ാമത്തെ ചോദ്യം കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളെക്കുറിച്ച് താഴെ കൊടുക്കുന്നു. ശരിയായവ കണ്ടെത്തുക. പ്രസ്താവന 1 തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആഘോഷിക്കുന്നു. പ്രസ്താവന 2 ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവം. പ്രസ്താവന 3 വിഷു പുതുവർഷാരംഭത്തെയും പ്രകൃതിയുടെ ഉണർവിനെയും സൂചിപ്പിക്കുന്നു. 54-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. എല്ലാം ശരിയാണ്. 55-ാമത്തെ ചോദ്യം 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തിയത്? പ്രസ്താവന 1 PV സിന്ധു ആൻഡ് PT ഉഷ. പ്രസ്താവന 2 PR ശ്രീജേഷ് ആൻഡ് മനു ഭാക്കർ. പ്രസ്താവന 3 നീരജ് ചോപ്ര ആൻഡ് PV സിന്ധു. 55-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2 മാത്രം PR ശ്രീജേഷും മനു ഭാക്കറും. 56-ാമത്തെ ചോദ്യം KR മീരയുടെ കൃതികളിൽ ഉൾപ്പെടാത്തതേത്? 56-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 3 മാത്രം. 57-ാമത്തെ ചോദ്യം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? പ്രസ്താവന 1 ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. പ്രസ്താവന 2 2025 മെയ് 7-നായിരുന്നു ഇത് നടന്നത്. പ്രസ്താവന 3 ഈ ആക്രമണത്തിൽ ഇന്ത്യൻ കര വ്യോമ നാവിക സേനകൾ പങ്കെടുത്തു. 57-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. എല്ലാം ശരിയായ പ്രസ്താവനകളാണ്. 58-ാമത്തെ ചോദ്യം UN സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിംഗ് 2025 ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക ചുവടെ ചേർക്കുന്നു. ശരിയായത് കണ്ടെത്തുക. പ്രസ്താവന 1 ഒന്നാം സംസ്ഥാനം ഫിൻലാൻഡ്, 2-ാം സ്ഥാനം സ്വീഡൻ, 3-ാം സ്ഥാനം ഇന്ത്യ. 58-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായ പ്രസ്താവന. 59-ാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? പ്രസ്താവന 1 ഒരു സോഫ്റ്റ്വെയറിൻ്റെ കോപ്പീസ് വിതരണം ചെയ്യുന്നതിനുള്ള ഫ്രീഡം ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ്റെ ഫ്രീഡം 2-ൽ ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പ്രസ്താവന 2 ഒരു സോഫ്റ്റ്വെയർ വാങ്ങുന്നതിന് മുമ്പ് ചില ഭാഗങ്ങൾ മാത്രം ഉപയോഗിച്ചു നോക്കി വാങ്ങുവാൻ കഴിയുന്ന സോഫ്റ്റ്വെയർസിനെയാണ് ഷെയർവെയർ എന്ന് പറയുന്നത്. 3-ാമത്തെ പ്രസ്താവന JNU ലിനക്സ് സോഫ്റ്റ്വെയർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് വെയറിന് ഉദാഹരണമാണ്. 59-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. 60-ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന നെറ്റ്വർക്കിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തതേതാണ്? 60-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 2 മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന. 61-ാമത്തെ ചോദ്യം വിത്തുകളുടെ ഉത്പാദന വിതരണ ശൃംഖല ഫലപ്രദമായി നിരീക്ഷിക്കുവാനും വിത്തുകൾ പ്രഭവസ്ഥാനത്ത് നിന്നൊരു കർഷകന്
എത്തുന്നതുവരെ പൂർണ്ണമായി പിന്തുടരാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ ഇക്കോസിസ്റ്റം ഭാരത സർക്കാർ 2023 തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഉത്തരം വരുന്ന ഓപ്ഷൻ എ സാദി. 62-ാമത്തെ ചോദ്യം. സൈബർ ക്രൈം ഇരകൾക്ക് ജൂറിഡിക്ഷൻ പരിമിതികൾ മറികടന്ന് ഓൺലൈനായി FIR നൽകാൻ കഴിയുന്ന ഭാരത സർക്കാർ സംരംഭമാണ് ഓപ്ഷൻ സി E0 FIR. 63-ാമത്തെ ചോദ്യം. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഭാഷകൾക്ക് ഒരു ഉദാഹരണം ഏതാണ്? 63-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ പേൾ ആണ്. 64-ാമത്തെ ചോദ്യം. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായി മാത്രം നടപ്പിലാക്കിയ നിയമനിർമ്മാണം. 64-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും സംബന്ധിച്ച നിയമം 2007. 65-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃാവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്? 65-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. 66-ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 66-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ലോകസഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ ഓഫീസറെ നിയമിക്കുന്നത്. 67-ാമത്തെ ചോദ്യം. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം നടപ്പാക്കിയ വർഷം. 67-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 2012. 68-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് നിയമമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത്? 68-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് 1992. 69-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ പ്രതിസന്ധി മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത്? 69-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ദുരന്ത നിവാരണ നിയമം 2005. 70-ാമത്തെ ചോദ്യം. 2025 ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി ആണ്. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. ഇനി ഈ എക്സാമിൽ ചോദിച്ച കണക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ഉത്തരങ്ങൾ നോക്കിപ്പോകാം. 71-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 32. 72-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 73-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 74-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നതും ഓപ്ഷൻ എ ആണ്. 75-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 76-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നതും ഓപ്ഷൻ ബി ആണ്. 77-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 78-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 79-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 80-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇനി ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യമാണ്. 81-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 82-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 83-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 84-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 85-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 86-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 87-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 88-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 89-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. 90-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. ഇനി മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. 91-ാമത്തെ ചോദ്യം. ഓശ എന്ന വാക്കിൻ്റെ സമാന അർത്ഥം വരുന്ന പദമേത്? 91-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ശബ്ദം. ഓശ എന്നാൽ ശബ്ദം എന്നാണ് അർത്ഥം. 92-ാമത്തെ ചോദ്യം. പക്ഷി എന്നർത്ഥം വരാത്ത പദമേത്? 92-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ദ്വിജം. 93-ാമത്തെ ചോദ്യം. അയക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദമേത്? ഉത്തരം ഓപ്ഷൻ എ പ്രേഷകൻ. 94-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപമായി വരാത്ത പദമേത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഗുരുക്കൾ. 95-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദമേത്?
ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 96-ാമത്തെ ചോദ്യം, കാസ്റ്റൽ ഇൻ ദ എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനമേത്? 96-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ആകാശക്കോട്ട. 97-ാമത്തെ ചോദ്യം, സർവജ്ഞൻ എന്ന വാക്കിൻ്റെ വിപരീത പദമേത്? 97-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, കിഞ്ചിജ്ഞൻ. 98-ാമത്തെ ചോദ്യം, പൊൻ പ്ലസ് കുടം ചേർത്തെഴുതുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പൊൽക്കുടം. 99-ാമത്തെ ചോദ്യം, പഠിത്തം അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, ഏടുകെട്ടുക. 100-ാമത്തെ ചോദ്യം, ശ്വശുരൻ എന്ന പദത്തിൻ്റെ എതിർലിംഗമേത്? 100-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ശ്വശ്രു.